നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഒരു മിസൈൽ കേരളത്തിലേക്ക് തൊടുക്കുമോ? അതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാനിലെ US എംബസി ആക്രമിച്ച പാകിസ്ഥാനികൾക്കെതിരെ അമേരിക്ക വെടിയുതിർത്ത സംഭവം നമുക്ക് മുന്നിലുണ്ട്. സാധാരണ നമ്മൾ കാണാറുള്ളത് അമേരിക്ക ഏതെങ്കിലും തലത്തിലുള്ള ഒരു ആക്രമണത്തിന് മുതിരുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് നിരത്തുകളിലേക്ക് ഇറങ്ങുന്ന സഖാക്കളെയാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കുന്നതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെയാണ് ഇപ്പോൾ CPM ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നത്. ഇറാൻ അനുകൂല നിലപാട് സ്വരാജ് ഉൾപ്പെടെയുള്ളവർ ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. എന്നാൽ അമേരിക്കൻ വിരുദ്ധ നിലപാടിനാണ് അവർ മുൻതൂക്കം നൽകുന്നത്. ഇക്കഴിഞ്ഞ ദിവസം പാണക്കാട് തങ്ങൾ ഇറാൻ അനുകൂല പ്രസ്താവന ഇറക്കിയത് പരിഹാസരൂപേണ സ്വരാജ് ഇക്കഴിഞ്ഞ ദിവസം തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. ഇറാനെ പാണക്കാട് തങ്ങൾ പിന്തുണയ്ക്കുമ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അതേ വിഷയത്തിൽ അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെ പരിഹസിക്കുകയും ചെയ്യുന്ന ലീഗുകാരെയാണ് സ്വരാജ് വിമർശിച്ചത്. ഒരു കാര്യം വ്യക്തമാണ്, വോട്ട് ബാങ്ക് മാത്രമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. എന്നാൽ പെരുമ്പാവൂരിൽ ഇന്നലെ നടത്തിയ ഒരു പ്രകടനം നമ്മെ ഞെട്ടിക്കുന്നു. പഹൽഗാം കൂട്ടക്കൊല സമയത്തും ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും ഇന്ത്യക്ക് അനുകൂല പ്രകടനങ്ങൾ നടത്താൻ മുതിരാതിരുന്നവർ ഇക്കഴിഞ്ഞ ദിവസം ഇറാൻ അനുകൂല പ്രകടനവുമായി പെരുമ്പാവൂരിൽ ഇറങ്ങി. സോളിഡാരിറ്റിയാണ് ഇത്തരമൊരു പ്രകടനം നയിച്ചത്. നാളെ GCC രാജ്യങ്ങൾ ഇറാനെതിരെ യുദ്ധം ചെയ്താൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കുമെന്ന് ശശികല ടീച്ചറിനെ പോലെയുള്ളവർ ചോദിക്കുന്നു. അതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. GCC ഇറാനെതിരെ യുദ്ധത്തിനൊരുങ്ങുന്നു എന്ന വാർത്തകൾ ഇന്ന് നമ്മൾ കേൾക്കുന്നു. സൗദി അറേബ്യ ഒരു പടി കൂടി കടന്ന് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് രൂപം കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾ ആർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും? ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയ GCC രാജ്യങ്ങൾക്കൊപ്പമല്ലേ ഈ നിർണായക വേളയിൽ നിൽക്കേണ്ടത്? അമേരിക്കൻ വിരുദ്ധ നിലപാടെടുക്കുന്ന DYFIയും CPMഉം ഒന്നോർക്കണം. നിങ്ങളുടെ മുതിർന്ന നേതാവ് പിണറായി വിജയൻ തന്റെ ചികിത്സയ്ക്ക് ജീവൻ പിടിച്ചു നിർത്താനായി എപ്പോഴും പായുന്നത് ഇതേ അമേരിക്കയിലേക്ക്. പണ്ടൊരിക്കൽ ടൈംസ് സ്ക്വയറിൽ ഒരു ഇരുമ്പ് കസേരയിൽ ചടഞ്ഞിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇവിടെ ചില ചോദ്യങ്ങൾ അർത്ഥവത്താണ്. ഖമനേയി കൊല്ലപ്പെട്ടു എന്നത് യാഥാർത്ഥ്യം. പ്രതിപ്പട്ടികയിലുള്ളത് ഇസ്രായേലും അമേരിക്കയും. അതും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. എന്നാൽ ഖമനേയി വധിക്കാനുള്ള പോർവിമാനങ്ങൾ എവിടെ നിന്നാണ് പുറപ്പെട്ടത്? സൗദി, ബഹ്റിൻ, UAE, കുവൈറ്റ് തുടങ്ങിയ അമേരിക്കയുടെ സേനാ കേന്ദ്രങ്ങളിൽ നിന്നാണ് ആ പോർ ജെറ്റുകൾ ഉയർന്നത്. ഇപ്പോൾ ഇറാനെ വളഞ്ഞിട്ടാക്രമിക്കാനുള്ള പോർ ജെറ്റുകൾ ഉയരുന്നതും ഇതേ മേഖലയിൽ നിന്ന്. ഇറാന് ചുറ്റുമുള്ളത് 100% മുസ്ലിം രാജ്യങ്ങൾ. പ്രവാചകന്റെ സൗദി അറേബ്യ, ഇസ്ലാം ഉദയം ചെയ്ത സൗദി അറേബ്യ. പക്ഷേ അതേ സൗദി അറേബ്യ ഇപ്പോൾ ഇറാന് നേർക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇറാനെതിരെ തിരിഞ്ഞിരിക്കുന്ന സൗദി അറേബ്യ ഒരു പ്രത്യേക സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഒരാക്രമണം തുടങ്ങുമ്പോൾ എന്തുകൊണ്ട് ഈ മുസ്ലിം രാജ്യങ്ങൾ അതിനെ തള്ളിപ്പറഞ്ഞില്ല? ചുരുക്കത്തിൽ ജൂതരാഷ്ട്രത്തിനൊപ്പം നിൽക്കുന്ന മുസ്ലിം രാജ്യങ്ങളെയാണ് നമുക്ക് കാണാനുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത്ര വിരുദ്ധത? മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ ആർക്കൊപ്പമാണ് എന്ന ചോദ്യവും ഇവിടെ ശ്രദ്ധേയമാണ്. ഇക്കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ ചില പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. പ്രതിഷേധക്കാർ അമേരിക്കൻ കോൺസുലേറ്റ് തല്ലി തകർക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർത്തത് പാകിസ്ഥാൻ ഭരണകൂടം തന്നെയാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യ ആർക്കൊപ്പമാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ ദിവസം സംശയങ്ങൾക്കിടയില്ലാത്ത വിധം പ്രസ്താവനയിലൂടെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇറാൻ അനുകൂല പ്രകടനം, ഇറാൻ അനുകൂല മുദ്രാവാക്യം തുടങ്ങി സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും നടക്കുന്ന തീവ്രവാദ ആശയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നു. ശ്രീജിത്ത് പന്തളത്തെ പോലെയുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ പറയുന്നു, ദയവായി മുസ്ലിം സഹോദരങ്ങളെ സൂക്ഷിച്ചു വേണം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ. നിങ്ങളെ സുഖിപ്പിച്ച് കുഴിയിൽ ചാടിക്കാൻ ഇവിടെ LDFും UDFും ഒക്കെ മത്സരിക്കും. അത് കണ്ട് തെരുവിലിറങ്ങി ഇസ്രായേലിനെയും അമേരിക്കയും ഒക്കെ വെല്ലുവിളിച്ചാൽ ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികൾ തന്നെ നിങ്ങളെ നോട്ടമിടും. മുൻപ് ഇസ്രായേൽ ഗാസ മുനമ്പിൽ നടത്തിയ ആക്രമണങ്ങൾക്കെതിരെ അതിശക്ത പ്രതിഷേധമാണ് കേരളത്തിൽ ഉയർന്നു വന്നത്. സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരുന്ന ഇത്തരം ആഗോള സംഭവങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാറുണ്ട് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ. മുമ്പൊരിക്കൽ സദ്ദാം ഹുസൈനെതിരെ അമേരിക്ക നടത്തിയ യുദ്ധ വിഷയമായിരുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചർച്ചാ വിഷയം. അന്ന് വിഷയം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയത് CPMന്റെ ബുദ്ധികേന്ദ്രങ്ങൾ.
എന്നാൽ ഇക്കുറി മുസ്ലിം ലീഗും മുസ്ലിം സമുദായവും ഒക്കെ UDF-നൊപ്പം ചേർന്ന് നിൽക്കുന്നുവെന്നാണ് പൊതുവെ പറയുന്നത്. ഇവിടെയാണ് കൂടുതൽ ഇറാൻ അനുകൂല നിലപാടുകൾ വിമർശിക്കപ്പെടുന്നതും. സോളിഡാരിറ്റിയുടെ പ്രതിഷേധം പലതും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ആയത്തുള്ള അലി ഖമനയുടെ കൊലപാതകത്തിന് തൊട്ടുപിന്നാലെ ശ്രീനഗറിൽ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയും പ്രതിഷേധക്കാരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ പ്രതിഷേധങ്ങൾ മുൻകൂട്ടി കണ്ട് ജമ്മു കാശ്മീരിലുടനീളം ശക്തമായ നിയന്ത്രണങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കാശ്മീർ താഴ്വരയിൽ തിങ്കളാഴ്ച മൊബൈൽ ഇന്റർനെറ്റ് നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രദേശത്ത് ക്രമസമാധാനം നിലനിർത്തുന്നതിന്റെ ഭാഗമായി മുൻകരുതൽ നടപടി എന്ന നിലയിലാണ് ഇന്റർനെറ്റ് നിയന്ത്രണം. ഇറാൻ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, ഇന്ത്യ UAE-ക്കൊപ്പം. തൊട്ടടുത്ത നിമിഷം പ്രധാനമന്ത്രി ബഹ്റിൻ ഭരണാധികാരിയെ വിളിച്ച് നമ്മുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. സമാനമായ തലത്തിൽ ഖത്തർ ഭരണാധികാരിയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്കൊപ്പം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തവേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യ എപ്പോഴും UAE-ക്കൊപ്പം. ദുഷ്കരമായ സമയങ്ങളിൽ ഇന്ത്യ UAE-യുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുവെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. UAE-യിൽ താമസിക്കുന്ന ഇന്ത്യൻ സമൂഹത്തെ പരിപാലിച്ചതിന് അദ്ദേഹത്തോട് ഇന്ത്യൻ പ്രധാനമന്ത്രി നന്ദിയും പറഞ്ഞു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ടെലിഫോണിൽ സംസാരിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു. ഇറാൻ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ നയതന്ത്ര ബന്ധം പൂർണ്ണമായും ഇറാനുമായി വിച്ഛേദിച്ചിരിക്കുകയാണ് UAE. ടെഹ്റാനിലെ എംബസിയും അടച്ചുപൂട്ടി. UAE സ്ഥാനപതിയെയും നയതന്ത്ര ഉദ്യോഗസ്ഥനെയും അടിയന്തരമായി തിരിച്ചു വിളിച്ചു. UAE ലക്ഷ്യമാക്കി ഇറാൻ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ UAE ശക്തമായി അപലപിച്ചു. പ്രതിരോധിക്കുക മാത്രമല്ല, വേണ്ടിവന്നാൽ ആക്രമിക്കുക കൂടി ചെയ്യുമെന്നാണ് ഇപ്പോൾ GCC രാജ്യങ്ങളുടെ നിലപാട്. ബഹ്റിന് ഐക്യദാർഢ്യവുമായി ഇന്ത്യ ഹമദ് രാജാവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു. ബഹ്റിൻ ഐക്യദാർഢ്യവുമായി അമേരിക്കയും റഷ്യയും പലസ്തീനുമൊക്കെ രംഗത്തെത്തുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നു. ഇപ്പോഴിതാ ഇക്കഴിഞ്ഞ ദിവസം ഖത്തർ ഭരണാധികാരിയെ വിളിച്ച് തങ്ങളുടെ ഐക്യദാർഢ്യം റഷ്യ പ്രകടിപ്പിച്ചു. ഈ യുദ്ധത്തിൽ റഷ്യ ഖത്തറിനൊപ്പം നിലകൊള്ളുമെന്നാണ് റഷ്യൻ ഭരണാധികാരിയുടെ പ്രഖ്യാപനം. എന്നിട്ടും ഇന്ത്യയിലെ ചിലർക്ക് എന്തുകൊണ്ട് തങ്ങളുടെ കണ്ണു തുറന്ന് സത്യം കാണാൻ കഴിയുന്നില്ല? ഇറാന്റെ ആക്രമണങ്ങളിൽ ഖത്തറിന് റഷ്യ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഏത് രീതിയിലുള്ള സഹായവും പിന്തുണയും നൽകാനുള്ള സന്നദ്ധതയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ അറിയിച്ചത്. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് പരിപൂർണ പിന്തുണ ഇന്ത്യ പ്രഖ്യാപിച്ചു. ഇതൊക്കെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ചിലരുടെ കണ്ണു തുറപ്പിക്കാത്തത്? പാണക്കാടെ ഒരു തങ്ങൾ ഇപ്പോഴും ഇറാൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നതിൻ്റെ പൊളിറ്റിക്സ് എന്താണ്? ഒരു കാര്യം വ്യക്തമാണ്, മതം നോക്കി ഭാരതീയരെ വെടിവെച്ച് കൊന്നപ്പോൾ പാകിസ്ഥാനെതിരെ പ്രതികരിക്കാത്ത, പ്രതിഷേധം അറിയിക്കാത്ത പല സമാധാന പ്രേമികളും ഇപ്പോൾ ഇറാൻ അനുകൂല കരച്ചിലുമായി ഇന്ത്യയിൽ കളത്തിലിറങ്ങി. നാടിനോടില്ലാത്ത കൂറ് എന്തിനാണ് ഇറാനോടെന്ന് രാജ്യസ്നേഹികൾ ചോദിച്ചാൽ ഇവർക്ക് എന്തുത്തരം പറയാൻ കഴിയും? പുൽവാമ ആക്രമണത്തിൽ രക്തസാക്ഷികളായ നമ്മുടെ 40 സൈനികർക്ക് വേണ്ടി ജമ്മു കാശ്മീരിലോ ലാൽ ചൗക്കിലോ ഇത്തരമൊരു രംഗം നമ്മൾ കണ്ടിട്ടില്ല. പഹൽഗാമിൽ കൊല്ലപ്പെട്ട സാധാരണ ഭാരതീയർക്ക് വേണ്ടി കാശ്മീരിൽ ഒരിടത്തും ഇത്തരം പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള ഒരു ഭരണാധികാരി കൊല്ലപ്പെടുമ്പോൾ എന്തിനാണ് ഇത്ര അനുകൂല പ്രകടനങ്ങൾ, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ? മിഡിൽ ഈസ്റ്റിൽ പുകയുന്ന യുദ്ധം സമാനതകളില്ലാത്ത നാശത്തിലേക്കും ഭീതിയിലേക്കുമൊക്കെ നീങ്ങുന്നു. വലിയ പ്രവാസ ലോകമാണ് ഇന്ത്യക്ക് അവിടെയുള്ളത്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളൊക്കെ കനത്ത ഭീതിയിലാണ്. ഒമാൻ പോലും ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നു. ഇപ്പോഴിതാ സൗദിയിലെ അമേരിക്കൻ എംബസിയിലേക്ക് കനത്ത ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ. ഖമനേയിയുടെ വധത്തിന് പ്രതികാരമായി ചുവന്ന കൊടി ഉയർത്തിക്കൊണ്ട് US-നും ഇസ്രായേലിനുമെതിരെ തുടങ്ങിയ യുദ്ധം പിന്നീട് GCC രാജ്യങ്ങൾക്കെതിരെ തിരിച്ചുവിടുകയായിരുന്നു ഇറാൻ. വലിയ തോതിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുകയും നമ്മുടെ കുടുംബങ്ങളിലേക്ക് പണം അയച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ പ്രവാസ ലോകം, അവരെ മറന്നുകൊണ്ടാണ് ഇറാൻ അനുകൂല പ്രകടനങ്ങളുമായി ചിലർ കേരളത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ബഹ്റിനിലെ മനാമയിലെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം. ദോഹയിലും ദുബായിലുമൊക്കെ സമാനതകളില്ലാത്ത ആക്രമണം. UAE-യിൽ ഇപ്പോഴും പരക്കെ ആക്രമണം നടത്തുകയാണ് ഇറാൻ. ദുബായിലെ പാം ജുമറയിലുള്ള നക്ഷത്ര ഹോട്ടൽ പോലും അവർ ആക്രമിച്ചു. കുവൈറ്റിന്റെ പല മേഖലകളിലേക്കും ഇറാൻ ആക്രമണം തിരിച്ചിട്ടുണ്ട്.
പ്രവാസ ലോകം കനത്ത ആശങ്കയിൽ തുടരുമ്പോൾ ഇപ്പോഴും ഇറാൻ അനുകൂല പ്രസ്താവനകളും പ്രകടനങ്ങളും നടത്തുന്ന രാജ്യദ്രോഹികളെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കും? അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രതിഷേധങ്ങളെ ശക്തമായി എതിർക്കുന്നതും. കേന്ദ്ര സർക്കാർ കൂടുതൽ ജാഗ്രതയോടെ ഇതൊക്കെ വീക്ഷിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ഇറാൻ അനുകൂല പ്രകടനങ്ങൾ ഏറി വന്നാൽ കേന്ദ്രം പോലും ഇടപെട്ടേക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.